ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ഓഫ് നോളജ് ആൻഡ് കരിക്കുലം. യൂണിറ്റ് 4ൻ്റെ പേരാണ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസസ്, മോഡൽസ്, ഇൻക്വയറി മോഡൽ, ഗ്രാസ് റൂട്ട് റേഷണൽ മോഡൽ, പ്ലാനിംഗ് പ്രോസസ് മോഡൽ, കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ, ORC, LOC മോഡൽസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കരിക്കുലം ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നതും തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 ജോബ്സ് ഇതിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കരിക്കുലം കൺസ്ട്രക്ഷൻ, കരിക്കുലം നിർമ്മിക്കുക, ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ ഇവാലുവേഷൻ, വിലയിരുത്തൽ, ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സംഭവം ഉണ്ടാക്കി ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അവസാനം എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തൽ. ഇനി നമുക്ക് ഇന്നത്തെ ഈ 4 സ്റ്റേജസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു? കരിക്കുലം കൺസ്ട്രക്ഷൻ അല്ലേ, കരിക്കുലം നിർമ്മിക്കൽ. ഈ ഒരു കരിക്കുലം കൺസ്ട്രക്ഷനിൽ 4 ടാസ്കുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, സെലക്ഷൻ ഓഫ് കരിക്കുലം കണ്ടൻറ്റ്, സെലക്ഷൻ ഓഫ് റെലവൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഓർഗനൈസിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് കരിക്കുലർ കമ്പോണൻസ്. അപ്പം ഈ 4 ടാസ്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടാസ്ക്കാണ് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. റാൽഫ് ടൈലറിൻ്റെ അഭിപ്രായത്തിൽ ഒരു കരിക്കുലം പ്ലാനർ ഫസ്റ്റ് ചെയ്യുക എന്താണ്? ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കും. കരിക്കുലം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക്, ഗോൾസിലേക്ക് എത്താനുള്ള മൈൽ സ്റ്റോൺസ് ആണ് എയിംസ് എന്ന് പറയുന്നത്. ഈ എയിംസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? എയിംസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 3 സോഴ്സിൽ നിന്നാണ്, 3 ഉറവിടങ്ങളിൽ നിന്നാണ്. സബ്ജക്റ്റ് മാറ്റർ, ലേണറിൻ്റെ നീഡ്സ് ഓഫ് സൊസൈറ്റി, ഈ 3 സോഴ്സിൽ നിന്നാണ് നമുക്ക് എയിംസ് കിട്ടുന്നത്. എയിംസ് ആണ് ഗോൾസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. ശേഷം ഇങ്ങനെ കിട്ടിയ ഈ എയിംസിനെ നമ്മൾ എന്ത് ചെയ്യും? 2 സ്ക്രീൻ വഴി ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 2 സ്ക്രീൻസ്? ഫിലോസഫി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ലേണിങ്ങും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്ക് ഇവിടെ കഴിഞ്ഞു. എന്താണ്? ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഓക്കെ. സെക്കൻഡത്തെ ടാസ്ക്കാണ് സെലക്ഷൻ ഓഫ് കരിക്കുലം കണ്ടൻറ്റ്. ഓക്കെ. കുട്ടികൾ എന്തൊക്കെ പഠിക്കണം എന്നാണ് നമ്മളിവിടെ തീരുമാനിക്കുക. അതായത് ഫാക്ട്സ് ഉണ്ടാവും, തിയറീസ്, പ്രിൻസിപ്പിൾസിലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇതെന്ന് കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു ടാസ്ക്കാണ് സെക്കൻഡ് ടാസ്ക്. ഇവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തിന്? ഈ ഒരു കരിക്കുലം കണ്ടൻറ്റ് തിരഞ്ഞെടുക്കാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? സെൽഫ് സഫിഷ്യൻസി, സിഗ്നിഫിക്കൻസ്, വാലിഡിറ്റി, യൂട്ടിലിറ്റി, ഇൻട്രസ്റ്റ്, ഫീസിബിലിറ്റി, ലേണബിലിറ്റി, ഡെമോക്രാറ്റിക് വാല്യൂസ്. ഇതെല്ലാതും പാടെ കൂട്ടി കോർത്തിണക്കിങ്ങാണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കരിക്കുലത്തിന് ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടാസ്ക് ഇവിടെ കഴിഞ്ഞു. ഇനി 3ാമത്തെ ടാസ്ക്കാണ് സെലക്ഷൻ ഓഫ് റെലവൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് ഇതിന് അനുയോജ്യമായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ്, പഠനാനുഭവങ്ങൾ കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഇതാണ് തേർഡ് ടാസ്ക് വരുന്നത്. ഇവിടെ എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണർ. അതായത് ഈ പഠിക്കുന്ന ആളുടെ ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യുന്നത്. ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? പ്രാക്ടിക്കൽ വർക്ക്സ്, പ്രൊജക്റ്റ് വർക്ക്, ഫീൽഡ് സ്റ്റഡി, ഡിസ്കഷൻ, അസൈൻമെൻറ്റ്, ഡിബേറ്റ്, സെമിനാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലേണറിൻ്റെ ഗോൾ എന്താണോ, ലേണറിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബി എഡ് ആണെങ്കിൽ നമുക്ക് ആ ബി എഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരുപാടുണ്ടാവില്ലേ. പ്രാക്ടിക്കൽ വർക്ക്സ് ഉണ്ടാവും, ഒത്തിരി വർക്കുകളുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചെറിയൊരു ഡിബേറ്റൊക്കെ എവിടെ നമ്മൾ നടത്താൻ പോകുന്നത്? ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ നോക്കാൻ നമ്മൾ ക്ലാസ് റൂമിൽ ഡിബേറ്റ്സ് കണ്ടക്ട് ചെയ്യൂലേ. അങ്ങനെ ഓരോ ഇതിനും ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് 3ാമത്തെ ടാസ്ക്. ഇനി ഫോർത്ത് ടാസ്ക്കാണ് ഓർഗനൈസിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് കരിക്കുലർ കമ്പോണൻസ്. ഇവിടെ എന്താ പറയുന്നത്? കരിക്കുലം ഡിസൈൻ എന്താണെന്ന് പറയുന്നുണ്ട്. കരിക്കുലം ഡിസൈൻ എന്താണ്? എയിംസും ഗോൾസും കണ്ടൻറ്റും എക്സ്പീരിയൻസും ഇവാലുവേഷനും എല്ലാതും പാടെ ചേർന്ന് കോർത്തിണക്കി ഉണ്ടാക്കിയതാണ് കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്നത്.
പിന്നെ 2 ഓർഗനൈസേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഓർഗനൈസേഷൻസ്? വെർട്ടിക്കൽ ഓർഗനൈസേഷനും ഹൊറിസോണ്ടൽ ഓർഗനൈസേഷനും. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസിങ് ഓർ കണ്ടിന്യൂറ്റിയാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, പഠനത്തിൻ്റെ കാഠിന്യം കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ 1ാം ക്ലാസ്സിൽ തന്നെ ഈ 3ാം ക്ലാസ്സിലെ ബുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ വയ്ക്കും ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, വർഷത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ സീക്വൻസിങ് കണ്ടിന്യൂറ്റി, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒന്നൊരു പടി ഇത് കൂട്ടുന്നുണ്ടല്ലേ, ഒരു ബുദ്ധികൾ കൂട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ആൻഡ് ഇൻറ്റഗ്രേഷൻ എക്രോസ് സബ്ജക്റ്റ്, അതായത് ഒരു ക്ലാസ് ഇനിയിപ്പോൾ ഈ 1ാം ക്ലാസ് ബാക്കി എല്ലാ സബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു ഇൻറ്റഗ്രേഷൻ, ആ ഒരു ഐക്യം, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഇപ്പോൾ നമ്മൾ ബി എഡ് എടുത്തു, ഈ ബി എഡിൻ്റെ ഉള്ളിലുള്ള സബ്ജക്റ്റുകളുണ്ടല്ലോ, അങ്ങനെ ആ സബ്ജക്റ്റുകൾ തമ്മിലുള്ളൊരു റിലേഷൻ, ബന്ധം, ഒത്തുചേരൽ, അതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 6 ഡയമെൻഷൻസ് ഓഫ് കരിക്കുലം ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 6 ഡയമെൻഷൻസ്? സ്കോപ്പ്, സീക്വൻസ്, കണ്ടിന്യൂറ്റി, ഇൻറ്റഗ്രേഷൻ, ആർട്ടിക്കുലേഷൻ, ബാലൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ഫേസാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഫേസ് ആട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ട ഇതിലത്തെ ഫസ്റ്റ് സ്റ്റേജിന് കരിക്കുലം കൺസ്ട്രക്ഷൻ. ഈ കരിക്കുലം കൺസ്ട്രക്ഷനിൽ 4 ടാസ്കുകൾ വരുന്നുണ്ട് പറഞ്ഞു അല്ലേ. ഈ 4 ടാസ്ക്കാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് സെക്കൻഡ് ഫേസാണ്. ഏതാണത്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കരിക്കുലം. ഇപ്പോൾ നമ്മൾ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്തു, ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കരിക്കുലം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 2 ലെവൽസിലായിട്ടാണ് അല്ലേ. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസും പിന്നെ ഇൻ ദ ക്ലാസ്സും. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, 3 മോഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് ടീച്ചിങ്, ഡിസ്റ്റൻസ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ എ ക്ലാസ് റൂം കരിക്കുലം ട്രാൻസ്ലേറ്റഡ് ടു ലേണിംഗ് എക്സ്പീരിയൻസസ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനാനുഭവങ്ങളാക്കിയിട്ട് ക്ലാസ് മുറിയിലെ കരിക്കുലത്തിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സ്വഭാവത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ കരിക്കുലം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് ടാസ്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ഫേസാണ്. തേർഡ് ഫേസ് ഇതാണ് കരിക്കുലം ഇവാലുവേഷൻ. ആദ്യം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തു, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി നമ്മളത് ഇവാലുവേഷൻ ചെയ്യാൻ പോവുകയാണ് അല്ലേ, വിലയിരുത്താൻ പോവുകയാണ്. ഇതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇവാലുവേഷൻ ചെയ്യാൻ പോവുകയാണ്. കരിക്കുലത്തിൻ്റെ ക്വാളിറ്റി അതല്ലെങ്കിൽ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് നമ്മൾ നിർമ്മിച്ച കരിക്കുലം ഹൈ ക്വാളിറ്റി ആണെന്ന് ഉറപ്പ് വരുത്താനും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അതിൻ്റെയൊക്കെ നിലവാരം വർദ്ധിക്കാനും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കാനും സഹായിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഓക്കെ, ഇനി നമ്മൾ 4 ബേസിക് എലമെൻറ്റ്സ് ഇതിലുണ്ട്. ഏതാണ്? CIPP മോഡൽ എന്ന് പറയും. കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ്സ്, പ്രൊഡക്റ്റ്. കോണ്ടെക്സ്റ്റ് എന്താണ്? സാഹചര്യം. ഇൻപുട്ട് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? നമ്മൾ അവിടേക്ക് ആദ്യം കൊടുക്കുന്ന സംഭവം, വിഭവങ്ങൾ, ഉപാധികൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവം, അത് സാഹചര്യം. കോണ്ടെക്സ്റ്റ്. ഇൻപുട്ട് പറഞ്ഞാൽ ഈ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. പിന്നെ പ്രോസസ്സ്, അത് എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഇപ്പോൾ ഒരു ടോപ്പിക്, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് കൊടുക്കുന്നതാണ് ഇൻപുട്ട്. അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രോസസ്സ്. പിന്നെ ഇത് കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് കിട്ടുന്നത് ഫലം, അതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് CIPP മോഡൽ. പിന്നെ പറയാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് ഇവാലുവേഷനാണ്. എങ്ങനെയാണ് ഇവാലുവേഷൻ? 2 തരത്തിലുള്ളത്. പ്രോഗ്രാംഡ് ഇവാലുവേഷനും മെറ്റീരിയൽ ഇവാലുവേഷനും. പിന്നെ ഇവിടെ എന്താ പറയാൻ പോകുന്നത്? 2 സ്റ്റേജസ് ഓഫ് ഇവാലുവേഷൻ. 2 സ്റ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് സ്റ്റേജുകൾ? ഡെവലപ്പിംഗ് ദ ഇവാലുവേഷൻ പ്ലാന്, ഇംപ്ലിമെൻറ്റിംഗ് ദ ഇവാലുവേഷൻ പ്ലാൻ. അതായത് ഇവാലുവേഷൻ എങ്ങനെയാണ് ഇത് ഇവാലുവേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഡെവലപ്പ് ചെയ്യും ഇങ്ങനത്തെ ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഈ പ്ലാൻ ഉണ്ടല്ലോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. അങ്ങനെയാണ് 2 സ്റ്റേജസ് ഓഫ് ഇവാലുവേഷൻ വരുന്നത്. പിന്നെ ഇവാലുവേഷൻ പ്ലാനിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? റാഷണൽ, യുക്തി, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, കരിക്കുലം ഡിസ്ക്രിപ്ഷൻ, ഇവാലുവേഷൻ ഡിസൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇവാലുവേഷൻ റിപ്പോർട്ട്. അതായത് ആദ്യം യുക്തി, പിന്നെ ലക്ഷ്യങ്ങൾ, പിന്നെ കരിക്കുലത്തിൻ്റെ ഡിസ്ക്രിപ്ഷന്, പിന്നെ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻ ഡിസൈനിങ്, പിന്നെ അവസാനം ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഓക്കെ, ഇനി 4th ഫേസാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്തു, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇവാലുവേഷൻ നടത്തി. 4th സ്റ്റേജാണ്
ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദ കരിക്കുലം. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദ കരിക്കുലത്തിൽ എന്താ പറയുന്നത്? ഫാക്ടേഴ്സ് ഫോർ ചേഞ്ച് ഇൻ കരിക്കുലം. കരിക്കുലത്തിൽ ചേഞ്ച് വരാനുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണെന്ന് പറയുന്നത്. ഫസ്റ്റ്, എക്കണോമിക് പ്രഷർ, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ. നോളജ് എക്സ്പ്ലോഷൻ, അറിവിൻ്റെ എക്സ്പ്ലോഷന്. സോഷ്യൽ ചേഞ്ച്, സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ. ന്യൂ ഡിസ്കവറീസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇതൊക്കെയാണ് കരിക്കുലത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കാരണങ്ങൾ. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി പറയുന്നത് 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ കരിക്കുലം ചേഞ്ച്. കരിക്കുലം ചേഞ്ചിൽ വരുന്ന 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസാണ് പറയാൻ പോകുന്നത് കേട്ടോ. പെർസീവിങ് ദ നീഡ് ഫോർ ചേഞ്ച്, മാറ്റത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുക. നെക്സ്റ്റ്, പ്ലാനിങ് ഫോർ ദ ചേഞ്ച്, മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. ഇനിഷ്യേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇനിഷ്യേറ്റ് ചെയ്യുക, ആരംഭിക്കുക. ഇംപ്ലിമെൻ്റ് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെ ഇവാലുവേഷൻ, അതിൻ്റെ എന്ത് ചെയ്യുക? മൂല്യനിർണ്ണയം നടത്തുക. ഓക്കെ, പിന്നെ അറേഞ്ചിങ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മോണിറ്ററിങ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മാറ്റം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക. ഇതാണ് 4 സ്റ്റേജസ് വരുന്നത്, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്റ്റേജസുകളാട്ടോ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ടോപ്പിക്ക്, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്ക് എന്തെയ്യുന്നു? ടോപ്പിക്ക് ഫേസസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അതിവിടെ എൻഡ് ചെയ്തു കേട്ടോ. ഇതിൽ 4 ഫേസസ് നമ്മൾ പറഞ്ഞു. കരിക്കുലം കൺസ്ട്രക്ഷൻ, കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ. കരിക്കുലം കൺസ്ട്രക്ഷനിൽ 4 ടാസ്കുകൾ പറഞ്ഞിരുന്നു. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, സെലക്ഷൻ ഓഫ് കരിക്കുലം കോണ്ടൻറ്റ്, സെലക്ഷൻ ഓഫ് റെലവൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഓർഗനൈസിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് കരിക്കുലർ കമ്പോണൻസ്. അറ്റ്ലീസ്റ്റ് ഈ പേരെങ്കിലും ഓർത്ത് വെച്ചാൽ അതിനെക്കുറിച്ച് 2 പോയിൻ്റ് നമുക്ക് കൈവന്നിട്ട് എഴുതാൻ വയ്ക്കണം. ഓക്കെ, പിന്നെ സെക്കൻഡത് എന്തെയ്യുന്നു? കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. തേർഡ് പ്രോസസ്സ് ചെയ്യുന്നു കരിക്കുലം എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. അവസാനം കരിക്കുലത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മോഡൽസ് ഇവിടെ പറയുന്നുണ്ട്. ടൈലേഴ്സ് കരിക്കുലം ഇൻക്വയറി മോഡൽ, ഹിൽഡ താബാസ് ഗ്രാസ് റൂട്ട് റേഷണൽ മോഡൽ, സെയിലർ ആൻഡ് അലക്സാണ്ടേഴ്സ് പ്ലാനിംഗ് പ്രോസസ് മോഡൽ. ഇനി ഈ 3 മോഡലും നമുക്കൊന്ന് നോക്കാം. ടൈലർ കരിക്കുലം ഇൻക്വയറി മോഡൽ. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ മോഡൽ വരുന്നത്. റാൾഫ് ടൈലർ 1949 അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഈ ഒരു മോഡൽ. പിന്നെ ഇതെന്താ പറയണത്? സിമ്പിൾ ലീനിയർ അപ്രോച്ചാണ്. അതായത് വളരെ ലളിതമായിട്ടുള്ളൊരു അപ്രോച്ചാണിത് ഈ ഒരു മോഡൽ. ഓക്കെ, ഇതിൽ ദ 4 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്. ഈ കരിക്കുലം, അതായത് ഒരു കരിക്കുലം ഉണ്ടാക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്നാണ് ടൈലർ പറയുന്നത്. ഏതൊക്കെയാണ് ആ 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്? വാട്ട് എഡ്യൂക്കേഷണൽ പർപ്പസ് ഷുഡ് ദ സ്കൂൾ സീക്ക് ടു അറ്റൈൻ, അതായത് സ്കൂൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. 2, വാട്ട് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ദാറ്റ് ആർ ലൈക്ലി ടു അറ്റൈൻ ദിസ് പർപ്പസ്, അതായത് സ്കൂളുകളിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കേണ്ടതാണ് കേട്ടോ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഈ ലക്ഷ്യങ്ങൾ നേടാൻ കുട്ടികൾക്ക് എങ്ങനെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് നൽകണമെന്ന് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, 3-മത്തത് എന്താണ്? ഹൗ ക്യാൻ ദിസ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ബി എഫക്റ്റീവ്ലി ഓർഗനൈസ്ഡ്, ഈ പഠനാനുഭവങ്ങൾ എങ്ങനെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാം, ക്രമീകരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. 4th വണ്ണാണ് ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ വെദർ ദിസ് പർപ്പസ് ആർ ബീങ് അറ്റൈൻഡ്, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ കുട്ടികൾ നേടിയോ ഇല്ലയെന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നു. ഇതാണ് ഈ 4 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? വാട്ട് എഡ്യൂക്കേഷണൽ പർപ്പസ്, കുട്ടികൾക്ക് സ്കൂളിൽ എന്താണ് വേണ്ടത് എന്നല്ലേ, അത് നമ്മൾ അറിയണം. പിന്നെ വാട്ട് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസസ്, കുട്ടികൾക്ക് ഈ ലക്ഷ്യം നേടാൻ എങ്ങനെയുള്ള പഠനാനുഭവങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. 3rd വൺ എന്ത് ചെയ്യുന്നു? ഈ പഠനാനുഭവങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്, ഹൗ ക്യാൻ ദിസ് എക്സ്പീരിയൻസ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഓർഗനൈസ്ഡ്, അത് അറിയണം. 4th വണ്ണാണ് ഹൗ ക്യാൻ വി ഡിറ്റർമിൻ വെദർ ദിസ് പർപ്പസ് ആർ ബീങ് അറ്റൈൻഡ്, ഇത് നമ്മൾ ഈ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ കുട്ടികൾക്ക് ലഭിച്ചു എന്നുള്ളത് എങ്ങനെ വിലയിരുത്തുക എന്നുള്ളത് അല്ലേ, അതാണ് ഈ 4 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടൈലേഴ്സ് കരിക്കുലം ഇൻക്വയറി മോഡൽ. മെറിറ്റ്സ് എന്തൊക്കെയാണ്?
ഡിമാൻഡ് സ്റ്റുഡൻറ്റ് ബിഹേവിയർ ഷുഡ് ഡിസ്ക്രൈബ്ഡ് ബൈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് നോട്ട് ടീച്ചർ ബിഹേവിയർ. അതായത് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അതിനേക്കാളും പഠനം കഴിഞ്ഞിട്ട് കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം വരണം എന്നതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാളും ദിസ് മോഡൽ ഡിമാൻഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ഷുഡ് ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് ബിഹേവിയർ നോട്ട് ടീച്ചർ ബിഹേവിയർ. അതായത് ടീച്ചർ എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്, നല്ല വശം എന്ന് പറയുന്നത്. പിന്നെ ഡീമെറിറ്റ് പറഞ്ഞാൽ എന്താണ്? ടു സിമ്പിൾ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലേ, സിമ്പിളും ലീനിയർ അപ്രോച്ചാണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്. പിന്നെ എന്താണ്? ഇവാലുവേഷൻ അറ്റ് ദ ഫൈനൽ സ്റ്റേജ് സ്പോയിൽ ദ സ്റ്റുഡൻറ്റ് ലേണിംഗ്. അതായത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മാത്രമാണ് ഇവാലുവേഷൻ വരുന്നത്. ഇത് കാരണം ഒരു മോശം കരിക്കുലം ആണെങ്കിൽ പോലും അത് അവസാനം വരെ തുടർന്നിട്ട് അവസാനമല്ലേ ഉള്ളൂ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ പഠനത്തിന് ഇത് ബാധിക്കുന്നതാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. ഓക്കെ, ഹിൽദ താബാസ് ഗ്രാസ് റൂട്ട് റേഷണൽ മോഡൽ. ഇവിടെ എന്താ പറയുന്നത്? ഹിൽദ താബ പറയുന്നത് കരിക്കുലം യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ആരാണ് കരിക്കുലം ആരാണ് യൂസ് ചെയ്യുന്നത്? അതായത് ടീച്ചേഴ്സ് അല്ലേ, ടീച്ചേഴ്സ് തന്നെ ആയിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ്. കരിക്കുലം യൂസേഴ്സ് മസ്റ്റ് ഡിസൈൻ ഇറ്റ്. അതായത് ആരാണ് അത് ഉപയോഗിക്കുന്നത് അവരാണ് അത് ഉണ്ടാക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതിനായിട്ട് ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ച്, അതായത് താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇവരുദ്ദേശിക്കുന്നത്. ടീച്ചർ ലെഡ് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ തന്നെ എന്ത് ചെയ്യുക, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതാണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ആരാണോ അത് ഉപയോഗിക്കുന്നത് അവർ തന്നെ ഡിസൈൻ ചെയ്യണമെന്നാണ് ഹിൽദ താബ പറയുന്നത്. പിന്നെ ഇതിന് താബ അവരുടെ മോഡലിൽ ഒരു 7 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 7 സ്റ്റെപ്സ്? ഡയഗ്നോസിസ് ഓഫ് ദ നീഡ്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അധ്യാപകർ എന്ത് ചെയ്യുക, ആദ്യം കണ്ടെത്തുക. 2, ഫോമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. കുട്ടികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ട് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക അല്ലേ. 3, സെലക്ഷൻ ഓഫ് കണ്ടൻറ്റ്. ലക്ഷ്യങ്ങൾക്ക് അനുയോജിച്ചിട്ടുള്ള എന്ത് ചെയ്യുക, വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. 4, ഓർഗനൈസേഷൻ ഓഫ് കണ്ടൻറ്റ്. തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു കണ്ടൻറ്റിനെ കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ക്രമീകരിക്കുക. 5, സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. കുട്ടികൾക്ക് എങ്ങനത്തെ പഠന രീതികളും അനുഭവങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക. 6, ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഈ പഠന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. നമ്മൾ എങ്ങനത്തെ പഠന രീതികളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് 5ാമത്തെ ഇതിൽ പറഞ്ഞത്. 6ാമത്തെ ഇതിൽ എന്ത് ചെയ്യുക, ഈ പഠന രീതികൾ എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. 7ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് മീൻസ് ഓഫ് ഇവാലുവേഷൻ. അതായത് നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു ലക്ഷ്യങ്ങളുണ്ടല്ലോ അത് കുട്ടികൾ നേടിയോ എന്നുള്ളത് കരിക്കുലം പ്ലാനർ എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഇതാണ് 7 സ്റ്റെപ്പുകൾ വരുന്നത്. ഓക്കെ, പിന്നെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്? മെറിറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ സ്റ്റുഡൻസ്. കുട്ടികളിലാണിത് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് അല്ലേ. ടീച്ചർ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അത്രയും ടൈം എടുത്തിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ തന്നെയാണ് ഇതിൻ്റെ നല്ലൊരു വശം എന്ന് പറയുന്നത്. ചീത്ത വശം, അതായത് ഡിമെറിറ്റ് എന്താണ്? ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ, ഒരുപാട് സമയം എടുക്കുന്നതാണ്. പിന്നെ നീഡ് ആക്റ്റീവ് ടീച്ചർ എഫക്റ്റ്. ടീച്ചർമാരുടെ സമയവും അതുപോലെ ടീച്ചർമാരെ എന്ത് ചെയ്യുക, അത്രയ്ക്കൊരു ആക്റ്റീവായിട്ടുള്ള ടീച്ചറും എഫേർട്ടൊക്കെ ഇതിൽ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെയിലർ ആൻഡ് അലക്സാണ്ടേഴ്സ് പ്ലാനിംഗ് പ്രോസസ് മോഡൽ. ഗാലൻ സെയിലറും വില്യം അലക്സാണ്ടറും അമേരിക്കൻ എഡ്യൂക്കേറ്റേഴ്സാണ്. വില്യം അലക്സാണ്ടറിനെ ഫാദർ ഓഫ് അമേരിക്കൻ മിഡിൽ സ്കൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം wrote more than 250 ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്. 250-ലധികം ബുക്സും ആർട്ടിക്കിൾസും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ പ്ലാനിംഗ് പ്രോസസ് മോഡലിന് 4 സ്റ്റെപ്സ് ഓഫ് കരിക്കുലം മോഡലുണ്ട്. എന്തൊക്കെയാണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ദെൻ കരിക്കുലം ഡിസൈൻ, കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ, കരിക്കുലം ഇവാലുവേഷൻ. ഇതന്നെ നമ്മൾ ഇതുവരെയും പറഞ്ഞിരുന്നില്ലേ. കരിക്കുലം മോഡലിൻ്റെ 4 സ്റ്റെപ്സ്: ആദ്യം ഗോൾസ് സെറ്റ് ചെയ്യുക, പിന്നെ ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, പ്ലാനിംഗ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് കരിക്കുലം മോഡലാണ്. ഓക്കെ, പ്ലാനിങ് ആസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഫീഡ്ബാക്ക് ഡ്രിവൺ പ്രോസസ്സ്. ഇവർ പ്ലാനിങ്ങിനെ എങ്ങനെ കാണുന്നത്? സിസ്റ്റമാറ്റിക്കായിട്ടും ഒരു ഫീഡ്ബാക്ക് ഡ്രിവൺ പ്രോസസ്സായിട്ടാണ് കാണുന്നത്. ഫോക്കസ് ഓൺ ഹൂ ഈസ് ടീച്ചിങ്. ആരാണ് പഠിപ്പിക്കുന്നത്? ഹൗ, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ, ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇവാലുവേഷൻ, പിന്നെ ഇതിൻ്റെ ഇവാലുവേഷൻ.
ഇതെല്ലാതും ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു പ്രോസസ്സ് മോഡലാണ് പ്ലാനിങ് പ്രോസസ്സ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മോഡലിൽ പറഞ്ഞ ടീച്ചർ ലെഡ് അപ്രോച്ച് ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് തന്നെ കുട്ടികൾക്കുള്ളത് ക്രിയേറ്റ് ചെയ്യണം, ടീച്ചർ എന്ത് ചെയ്യണം, ടീച്ചർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ഇവിടെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളൊരു എന്താ പറയുക ഒരു മോഡലാണിത് അല്ലേ. അതായത് ആരാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്, ഇവാലുവേഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഡ്രിവൺ പ്രോസസ്സാണ് പ്ലാനിങ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, പുറത്ത് നിന്നുള്ള ഇൻഫ്ലുവൻസസ്. ഏതൊക്കെയാണ് ഈ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസസ്? നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്, അതിൽ ഈ ഗോൾസിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫോഴ്സസും ബേസ് ഓഫ് കരിക്കുലം. എന്താണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ്? പുറത്തു നിന്നുള്ള പ്രേരണകളാണല്ലേ. ആരൊക്കെയാണ് ഒരു ഗോൾസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അതിൽ നമ്മളെ വന്നിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ആരൊക്കെയാണ്? ലീഗൽ റിക്വയർമെൻറ്റ്സിൽ ലോസ്, ആക്ട്സ്, പോളിസീസ്. പിന്നെ എഡ്യൂക്കേഷണൽ റിസർച്ച് ഡാറ്റ, അതായത് പഠനത്തിന് ടീച്ചിങ്ങും ലേണിങ്ങും ഹെൽപ്പ് ചെയ്യുന്ന ഇൻസൈറ്റ്സ് ഫ്രം ദ സ്റ്റഡി, ഇൻസൈറ്റുകളാണല്ലേ, ഓരോ പഠനത്തിൽ നിന്നുള്ള ഇൻസൈറ്റുകളാണ് എഡ്യൂക്കേഷണൽ റിസർച്ച് ഡാറ്റ പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസ്, അതെന്തൊക്കെയാണ്? ഗൈഡ് ലൈൻസ് ബൈ ടീച്ചർ ബോർഡ്സ് ആൻഡ് അസോസിയേഷൻസ്. ഓരോ ബോർഡ്സും അസോസിയേഷൻസൊക്കെ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗവൺമെൻറ് പോളിസീസ്, ഗൈഡ് ലൈൻസ് അല്ലേ, NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പിന്നെ NCERT. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് വരുന്നത്. പിന്നെ ബേസ് ഓഫ് കരിക്കുലം, ഒരു കരിക്കുലത്തിൻ്റെ ബേസ് എന്താണ്? സൊസൈറ്റി, ലേണർ, നോളജ് അല്ലേ. സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ലേണർ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളെ, അതുപോലെ തന്നെ നോളജ്. ഇതൊക്കെയാണ് ഒരു ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, കരിക്കുലത്തിനുള്ള ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇതൊക്കെയാണ്. ഇനി ബേസ് ഓഫ് കരിക്കുലം എന്തൊക്കെയാണ്? സൊസൈറ്റി, ലേണർ, നോളജ്. സൊസൈറ്റി പറയുന്നത് ദ കരിക്കുലം മസ്റ്റ് റിഫ്ലക്റ്റ് ദ കൾച്ചറൽ, എക്കണോമിക് ആൻഡ് മോറൽ വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് ദ ലേണർ ലിവ്സ്. അതായത് നമ്മൾ ആർക്കാണോ ഇത് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സും ഗോൾസൊക്കെ ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, അവർ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റി, അവരുടെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണ്, അവിടുത്തെ കൾച്ചറൽ, എക്കണോമിക് ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ലേണേഴ്സ്, അവിടുത്തെ കുട്ടികളെ നമ്മൾ നോക്കണം അല്ലേ. അവരുടെ വയസ്സ് എന്താണ്, അവരുടെ താല്പര്യം എന്താ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അവർ എങ്ങനത്തെ പഠന രീതിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് കരിക്കുലം ഇംപ്ലിമെൻ്റ് ചെയ്യല്ല ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നോളജിൽ എന്താ പറയുന്നത്? ബോഡി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ, ഡിസിപ്ലിൻ, സ്കിൽസ്, കോമ്പിറ്റൻസീസ് ദാറ്റ് സ്റ്റുഡൻറ്റ് നീഡ് ടു ലേൺ ഫോർ സക്സസ് ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ നല്ല സക്സസ് ലഭിക്കാനായിട്ട് അവരെന്തൊക്കെ ഡിസിപ്ലിൻസും സ്കിൽസും ആണ് കൊടുക്കേണ്ടത്, നോളജിൽ എത്തരത്തിലുള്ളതാണ് കൊടുക്കേണ്ടത്, ഇത് നോക്കിയിട്ടാണ് ഈ ബേസൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഈ ബേസിൽ വരുന്നതാണ് കേട്ടോ ഈ മൂന്നെണ്ണം: സൊസൈറ്റി, ലേണർ, നോളജ്. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ഇതും ചേർന്നതാണ് ബേസ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സും ഈ ഒരു ബേസ് ഓഫ് കരിക്കുലം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ബേസിസ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ലേണേഴ്സ് സെൻറ്റേർഡാണ്. അത് കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. കുട്ടിയുടെ സൊസൈറ്റിയും കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാതും വെച്ചിട്ടാണല്ലോ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ലേണേഴ്സ് സെൻറ്റേർഡ് ഒരു അപ്രോച്ചാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സോഷ്യലി റെലവൻ്റ് ആണ്, നോളജ് റിച്ച് ആണെന്നൊക്കെ പറയാം അല്ലേ. കാരണം സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പിന്നെ നോളജ് എത്തരത്തിലുള്ള സ്കിൽസാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മളിതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസും ബേസ് ഓഫ് കരിക്കുലം പറഞ്ഞു. ഇനി പറയുമ്പോൾ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ഡൊമൈൻ അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പാണല്ലോ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സും ബേസസ് ഓഫ് കരിക്കുലം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗോൾസ്. ഈ ഗോൾസ് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മളുടെ ഈ ഒരു സെയിലർ ആൻഡ് അലക്സാണ്ടറിൻ്റെ മോഡലിൽ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെയാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റും അതുപോലെ തന്നെ ബാക്ക് ബോൺ ഓഫ് കരിക്കുലർ ഡെവലപ്മെൻറ്റ് എന്ന് കണക്കാക്കുന്നത്. കാരണം ഏതൊരു കാര്യത്തിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും തന്നെയല്ലേ. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എന്താവണം, ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാവണം, ഇവാലുവേഷൻ എങ്ങനെയാവണം, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഈ ഗോൾസും ഒബ്ജക്റ്റീവ്സും അല്ലേ. വാട്ട് ദ കരിക്കുലം ഇൻറ്റൻറ്റ് ടു അച്ചീവ് ആൻഡ് ഗൈഡ് ആൾ ഡിസിഷൻസ്. അതായത് എന്താ പറയുക, എല്ലാ തീരുമാനങ്ങളെയും അതുപോലെ തന്നെ എന്താണ് നേടേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഗോൾസും ഒബ്ജക്റ്റീവ്സൊക്കെ വെച്ചിട്ടാണ്. കരിക്കുലം ഡിസൈനിങ്ങിൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സൈക്ലിക് പ്രോസസ്സ്. ഓക്കെ, വി സെറ്റ്
ക്ലിയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ലേണറിൻ്റെ നീഡ്സ്, സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസ് എല്ലാതും വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ ഗോൾസും ഒബ്ജക്റ്റീവ്സൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുക, ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ടൻറ്റ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള മെത്തേഡ്സ്, സ്ട്രക്ചർ, പിന്നെ എന്താ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്ലിമെൻറ്റ് ദ കരിക്കുലം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ മേ യൂസ് ടീച്ചിങ് മെറ്റീരിയൽസ്, ക്ലാസ് റൂം പ്രാക്ടീസസ്. അതായത് ടീച്ചർ ഈ ഒരു കരിക്കുലം നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ക്ലാസ് റൂം മെറ്റീരിയൽസും ഒരുപാട് സ്ട്രാറ്റജീസും എല്ലാതും യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ദ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ. കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടികളെല്ലാവരും അച്ചീവ് ചെയ്തോന്നാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വി ആർ ചെക്കിങ് ഇഫ് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ആർ അച്ചീവ്ഡ് എഫക്റ്റീവ്ലി ടു ദ സ്റ്റുഡൻസ്. ഓക്കെ, പിന്നെ ദിസ് അപ്രോച്ച് അലോ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ഇനി നോക്കാൻ പോകുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് മോഡലാണ്. ഫസ്റ്റ്, സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ക്ലിയർ കരിക്കുലം ഡെവലപ്മെൻറ്റ്. Schools and institutions can follow easily, integrate external and internal influences, encourage data also from real world. ഓക്കെ, ഇനി ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്? നീഡ് സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, നീഡ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ടീച്ചർ, എക്സ്പേർട്സ്, ഗവൺമെൻറ് ബോഡീസ്. സ്മൂത്ത് കൊളാബറേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഇൻ എ ലാർജ് സിസ്റ്റം. അതായത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു മോഡലായതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള മോഡലാണ്. അപ്പോൾ എന്താ പറയുക, ലാർജ് ഏരിയാസ് വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ലാർജ് ഏരിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇവാലുവേഷന് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന, അതായത് ഇവാലുവേഷൻ അല്ല, സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് വേണം. പിന്നെ എന്താ വേണ്ടത്, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വേണം അല്ലേ. ടീച്ചേഴ്സിൻ്റെയും ഗവൺമെൻറ് ബോഡീസിൻ്റെയും എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇതൊക്കെ ഡിമെറിറ്റ്സ് ആണ്. പിന്നെ മെറിറ്റ്സിൽ എന്താണ്, റിയൽ വേൾഡ് സെറ്റിങ്സിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ NCERT, SCERT, ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാതും ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, സ്കൂൾസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ക്ലിയർ കരിക്കുലർ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ മോഡലിൽ എന്ത് ചെയ്യുന്നു, ടൈലറിൻ്റെ മോഡലിൽ ക്ലാരിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും ഒക്കെയാണ് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹിൽദ താബയുടെ മോഡലിൽ ടീച്ചർ ഡ്രിവൺ പ്ലാനിങ് ആയിരുന്നു അല്ലേ. ടീച്ചേഴ്സ് തന്നെ കൺസ്ട്രക്ട് ചെയ്യണം ഒരു ഐഡിയ ആയിരുന്നല്ലോ നമ്മളതിൽ പറഞ്ഞത്. സോ സെയിലർ ആൻഡ് അലക്സാണ്ടറിൻ്റെ ഈ ഒരു മോഡലിൽ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളൊരു മോഡലും അതുപോലെ തന്നെ ഒരു ഫീഡ്ബാക്ക് ഡ്രിവൺ അപ്രോച്ചുമാണിത്. കരിക്കുലം ഇംപ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വി പ്രിപ്പയർ എ കരിക്കുലം, ദെൻ വി ഇംപ്ലിമെൻറ്റ് ഇറ്റ് അല്ലേ. ആദ്യം നമ്മളൊരു കരിക്കുലം പ്രിപ്പയർ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അത് നടപ്പിലാക്കും അല്ലേ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കരിക്കുലം ആൾസോ കാൾഡ് ആസ് കരിക്കുലം ട്രാൻസാക്ഷൻ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കരിക്കുലത്തിൽ നമ്മൾ കരിക്കുലം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. 2 ലെവൽസ് ഉണ്ട് ഇതിൽ. ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസും ഇൻ ദ ക്ലാസ് റൂം. ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസിൽ എന്താണ് നമ്മളവിടെ ഇത്ര ശ്രദ്ധിക്കാനുള്ളത്? മാനേജ്മെൻറ്റ്, ടൈം ടേബിൾ, സ്റ്റാഫ് റോൾ, ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ളത്. അപ്പോൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ്? ക്ലാസ് റൂമിലാണ് ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. അത് തന്നെയാണ്, അങ്ങനെയാണല്ലോ നമ്മൾ ക്ലാസ് റൂമിൽ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഒരു നടപ്പിലാക്കുന്നത്, അങ്ങനെയല്ലേ. പിന്നെ എന്താണ്, ക്ലാസ് റൂം 3 മോഡ്സ് ത്രൂ ഇംപ്ലിമെൻറ്റ്. ക്ലാസ് റൂമിൽ 3 മോഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 മോഡ്സ്? ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് ടീച്ചിങ്, ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ താല്പര്യത്തിന്, കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതായത് ചില കുട്ടികൾക്ക് ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ അവരുടെ കൂടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ ഓരോ കുട്ടികൾക്ക് താല്പര്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക അല്ലേ, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ്. പിന്നെ ഗ്രൂപ്പ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ ക്ലാസ് റൂം ടീച്ചിങ് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് എല്ലാ കുട്ടികൾക്കും എന്താ ഒരുമിച്ച് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ്. ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് നാട്ടിൽ റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. ഓൺലൈൻ വഴി അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് വഴിയൊക്കെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ ടീച്ചിങ് എന്താണ്? ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിക്കുലത്തിനെ കുട്ടികൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്.
ഇനി പറയാൻ പോകുന്നത് കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ മോഡൽസ്. ഓക്കെ, കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ മോഡൽസ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ഹൗ കരിക്കുലം ക്യാരീഡ് ഔട്ട് ഇൻ ദ റിയൽ വേൾഡ് സെറ്റിങ്സ്. റിയൽ വേൾഡ് സെറ്റിങ്സിൽ എങ്ങനെയാണ് കരിക്കുലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ മോഡൽസ്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട മോഡൽസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ORC മോഡൽ ആൻഡ് LOC മോഡൽ. വാട്ട് ഈസ് ORC മോഡൽ? ORC മോഡൽ എന്ന് പറഞ്ഞാൽ ഓവർകമ്മിങ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു പ്ലാൻസിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിന് മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല, പക്ഷേ എന്തിനാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെഡിനെസ് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ്. അതായത് എന്തൊരു സംഭവം പുതുതായിട്ട് വരികയാണെങ്കിലും നമ്മൾ അതിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും നമ്മളുടെ താല്പര്യം, റെഡിനെസ്സൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതല്ലാതെ വെറുതെ ഈ പ്ലാനോ മെറ്റീരിയൽസോ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു റെസിസ്റ്റൻസും ആറ്റിറ്റ്യൂഡും നേരായാൽ മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ നോട്ട് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ പ്ലാൻസ് ഓർ മെറ്റീരിയൽസ് ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റെഡിനെസ് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ്. ഓക്കെ, ടീച്ചേഴ്സ് ഒരു ഇതായിട്ട് കാട്ടാം അല്ലേ നമുക്ക്, കാരണം ഒരു എഡ്യൂക്കേഷണൽ സെക്ഷനിൽ നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു നല്ലൊരു പാർട്ടിസിപ്പേഷനും നല്ലൊരു എൻകറേജ്മെൻറ്റും അവിടെ നമുക്ക് ആവശ്യമാണ് അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലാണ്. അതായത് എന്തൊരു കാര്യം വരുമ്പോഴും നമുക്ക് ആദ്യം തന്നെ ഒറ്റയടിക്ക് പൊടി ചാടിയതാവുന്നതിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, അതായത് എന്തൊരു കാര്യം പുതിയതായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിനോടുള്ള റെസിസ്റ്റൻസ്, ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു വേണ്ടാന്ന് പറയുന്ന ആ ഒരു മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നല്ല രീതിയിൽ കീ ഈസ് ടു അക്നോളജ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് വർക്ക് വിത്ത് ഇറ്റ് റാദർ ദാൻ ഫോഴ്സ് ചേഞ്ച്. അതായത് ബലം പ്രയോഗിച്ചത് അവിടെ നടപ്പിലാക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അക്നോളജ് ചെയ്യുക, മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് തിരിച്ചറിയുക, പിന്നെ എന്താ വർക്ക് വിത്ത് ഇറ്റ് റാദർ ദാൻ ഫോഴ്സ് ചേഞ്ച്. അതായത് എന്താ അതുമായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇടപഴകി നോക്കുക. അതായത് ഇതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു പേടിയൊക്കെ മാറുക അല്ലേ. ഇനി പറയുന്നത് ORC മോഡലിൻ്റെ അസംഷൻസ് ആണ്. അസംഷൻസ് എന്താണ്, നമ്മളിങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് വേണ്ടാന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. റെസിസ്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഫിയർ, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ പേഴ്സണൽ കൺസേൺസ്, പേടി അല്ലേ, ഞാൻ അത് ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു പേടി. പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി, ചിലപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നേരെ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ആ ക്ലാരിറ്റിയുടെ പ്രശ്നം കൊണ്ട് ഒരു ചെറിയൊരു തടയാനുള്ളൊരു റീസണാണ്. പിന്നെ എന്താ പേഴ്സണൽ കൺസേൺസ്, അതായത് ഞാനിത് എൻ്റെ ഒരു ഇതിനത് അഫക്റ്റ് ചെയ്യുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പേഴ്സണൽ കൺസേൺസ്. ഓക്കെ, ചേഞ്ച് ഷുഡ് ബി വിത്ത് മോട്ടിവേഷൻ നോട്ട് ഇമ്പോസിഷൻ. അതായത് ഇതിനൊരു മാറ്റം വരാൻ ഈ ഒരു ഭയം, ഈ ഒരു റെസിസ്റ്റൻസ് മാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. എന്ത് വേണം, മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ അവർക്ക് പ്രചോദനം കൊടുത്താലേ ഇത് മാറത്തുള്ളൂ. ഓക്കെ, ഡെവലപ്പേഴ്സ് മസ്റ്റ് ആസ്ക് സ്റ്റാഫ് കൺസേൺ റെസ്പെക്റ്റ്ഫുള്ളി ആൻഡ് ഇൻവോൾവ് ദം ഇൻ ചേഞ്ചിങ് പ്രോസസ്സ്. അതായത് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യണം, സ്റ്റാഫിൻ്റെ കൺസേൺസ് അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങളുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ട്, അതായത് റെസ്പെക്റ്റ്ഫുള്ളി നേരെ മര്യാദയോടുകൂടി അവരോട് ചോദിച്ചിട്ട് വേണം അവരും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അപ്പോഴല്ലല്ലോ അവരുടെ പേടി മാറുക അല്ലേ. അപ്പോൾ അവരും കൂടി ഇതിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണം. അപ്പോൾ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഇനി പറയാൻ പോകുന്നത് 4 സ്റ്റേജസ് ഓഫ് കൺസേണിൻ്റെ 4 സ്റ്റേജസ് ആണ്. അൺറിലേറ്റഡ് കൺസേൺ, പേഴ്സണൽ കൺസേൺ, ടാസ്ക് റിലേറ്റഡ് കൺസേൺ, ഇമ്പാക്റ്റ് റിലേറ്റഡ് കൺസേൺ. അൺറിലേറ്റഡ് കൺസേൺ എന്താണ്, ടീച്ചർ ഇൻഡിഫറൻറ്റ് ചേഞ്ച് ഓർ ഇഗ്നോർ ദ ചേഞ്ച്. ടീച്ചർ എന്താ പറയുക, ഇത് അവഗണിക്കുകയാണല്ലേ, എനിക്കിത് വേണ്ട. അതായത് ഇപ്പോൾ ഒരു PPT, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള PPTs ഒക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചർ പറയുകയാണ്, ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ടീച്ചർ കണ്ടാൽ മതി, എനിക്കത് ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ഒരു ടീച്ചർ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്. അതാണ് ഈ അൺറിലേറ്റഡ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പേഴ്സണൽ കൺസേൺ എന്താണ്, ടീച്ചർ എന്താണ് സ്വയം ഇവാലുവേറ്റ് ചെയ്യണം. അതായത് വിൽ ദിസ് ചേഞ്ച് മൈ വർക്ക് റൂട്ടീൻ, ഇത് ഞാൻ ചെയ്യുന്നതോടുകൂടി സാധാരണ ഞാൻ ചെയ്യുന്ന വർക്ക് റൂട്ടീനിൽ എന്തെങ്കിലും മാറ്റം വരുമോ, ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ മീ, ഇതെനിക്ക് ഉപകാരപ്രദമാണോ, ഞാൻ അത് ചെയ്യാൻ പറ്റുമോ. ടീച്ചർ എന്ത് ചെയ്യുക, സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പേഴ്സണൽ കൺസേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടാസ്ക് റിലേറ്റഡ് കൺസേൺ എന്താണ്, പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലേ. അതായത് ശരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഹൗ മച്ച് ടൈം വിൽ ദിസ് ടേക്ക്, ഇത് എത്ര സമയം ഇതിനെടുക്കും, ഡു ഐ ഹാവ് ദ റിസോഴ്സസ്, എനിക്കിതിന് കറക്റ്റായിട്ട് റിസോഴ്സസ് ഉണ്ടോ, ക്യാൻ ഐ മാനേജ് ദിസ് വിത്ത് മൈ വർക്ക്, ഇപ്പോഴുള്ള ഒരു വർക്കുമായിട്ട് ഇതും മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ടാസ്ക് റിലേറ്റഡ് കൺസേണിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലെൻഡ് ടെക്നോളജി വിത്ത് ഓൾറെഡി
ടേക്കിംഗ് ലെസൺ പ്ലാൻസ്. അതായത് കോവിഡ് ടൈമിലൊക്കെ അല്ലേ നമ്മൾ നോർമലി നമ്മളെ അടുത്തുള്ള ലെസൺ പ്ലാൻസ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങും ഇൻക്ലൂഡ് ചെയ്യണമല്ലേ. അന്നൊക്കെ ഓൺലൈൻ വഴി ടീച്ചിങ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ ഇത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് സാധിക്കുമോ, ഇല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇതാണ്, കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ടാസ്ക് റിലേറ്റഡ് കൺസേണിൽ വരുന്നത്. ഇനി ഫോർത്ത് വണ്ണാണ് ഇമ്പാക്റ്റ് റിലേറ്റഡ് കൺസേൺ. ഇമ്പാക്റ്റ് റിലേറ്റഡ് കൺസേണിൽ എന്താണ് ഇമ്പാക്റ്റ് ആണ് അല്ലേ, ഫോക്കസ് ഓൺ സ്റ്റുഡൻറ്റ് ഔട്ട്കംസ് ആൻഡ് പിയർ അക്സെപ്റ്റൻസ്. അതായത് നമ്മളിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇനിയിപ്പോൾ കുട്ടികൾ ഈസ് ദിസ് ഹെൽപ്പിംഗ് മൈ സ്റ്റുഡൻറ്റ്, ഇത് എൻ്റെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണോ, കുട്ടികൾക്ക് ഇതിൽ കൂടെ കൂടുതൽ എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് ഹൗ സ്റ്റുഡൻറ്റ് ആർ റെസ്പോണ്ട് ടു ദ ന്യൂ മെത്തേഡ്. പുതിയതായിട്ടൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണത്, കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 4 സ്റ്റേജസ് ഓഫ് കൺസേൺ വരുന്നത്. ഇനി നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ഫോർ ORC ഇംപ്ലിമെൻറ്റേഷൻ. ORC ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസാണ്. കണ്ടക്ട് വർക്ക്ഷോപ്പ് ഓർ അവയർനെസ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സംഭവം സ്കൂളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു വർക്ക്ഷോപ്പ്, അതായത് അതിനെക്കുറിച്ചിട്ടൊരു പരിപാടി വെക്കുക. ഇതിൽ നമ്മളൊരു പുതിയ സംഭവം തുടങ്ങുന്നുണ്ട്, അങ്ങനെ ഈ അതിനെക്കുറിച്ചൊരു വലിയൊരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. അല്ല പെട്ടെന്നൊരു സംഭവം നമ്മളവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും പേടിയും ഭയം, ഇതിന് എന്താണെന്ന് അറിയാത്തൊരു പ്രശ്നം, ആശയക്കുഴപ്പം ഒക്കെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യണം. പിന്നെ റെഡ്യൂസ് ഫിയർ, ആ ഒരു ഭയത്തിന് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്താൽ തന്നെ റെഡ്യൂസ് ഫിയർ എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. പിന്നെ ഓർഗനൈസ് ഫാക്കൽറ്റി മീറ്റിംഗ് എബൌട്ട് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് കൺസേൺസ്. ഓക്കെ, ഒരു മീറ്റിംഗ് എന്ത് ചെയ്യുക, ഫാക്കൽറ്റി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അതിലെന്ത് ചെയ്യും, എല്ലാ അവിടുത്തെ സ്റ്റാഫ് ഹോൾഡേഴ്സും മെമ്പേഴ്സും എല്ലാവരും അതിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഈ ഒരു ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൺസേൺസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചോദിക്കുക. നെക്സ്റ്റ് അതായത് ഫീഡ്ബാക്ക് ടൂൾസ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സംഭവം ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഇതുകൾ എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അതിങ്ങോട്ട് മേടിക്കുക. അങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് ടൂൾസൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചർമാരെ ഇത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ടീച്ചർമാരുടെ കാര്യങ്ങൾക്കൊക്കെ ടീച്ചർമാർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അതായത് ടീച്ചർമാരോട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കൺസേൺസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അതൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്തിന്, ORC ഇംപ്ലിമെൻറ്റേഷൻ കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് LOC മോഡൽ ലീഡർഷിപ്പ് ഒബ്സ്റ്റക്കിൾ കോഴ്സ്. LOC പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് പ്ലസ് ഓവർകം ബാരിയേഴ്സ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ ലീഡർഷിപ്പിനും അതുപോലെ തന്നെ ബാരിയേഴ്സൊക്കെ ഓവർകം ചെയ്യുന്നതിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ LOC എന്താ പറയുന്നത്, നമ്മളുടെ ഈ ഒരു എന്താ പറയുക റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ചലഞ്ച് ടു ലീഡർഷിപ്പിൻ്റെ ഒരു ചലഞ്ചാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. മാറാനുള്ള ഒരു വിസമ്മതം എന്താണ്, ലീഡർഷിപ്പിന് തന്നെ ഒരു ചലഞ്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ എന്ത് ചെയ്യണം, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്തിട്ട് ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യണം, വരുത്തിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. കരിക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് തന്നെയാണ് അല്ലേ. കരിക്കുലത്തിൽ മാറ്റം വരുന്നത് സിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നത് ഒരു കാര്യമാണ് കരിക്കുലം ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, നല്ല വ്യക്തത, റൈറ്റ് സ്കിൽസ് ഓർ ഡെവലപ്പ് ഇറ്റ്, അതായത് നല്ല കഴിവുകൾ അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക, നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നല്ല റിസോഴ്സസ് യൂസ് ചെയ്യുക. ഓർഗനൈസേഷൻ അലൈൻമെൻറ്റ്, മോട്ടിവേഷൻ, നല്ല ഓർഗനൈസേഷൻ്റെ അലൈൻമെൻറ്റ്, പിന്നെ മോട്ടിവേഷൻസ്, ആവശ്യത്തിന് മോട്ടിവേഷൻ, ഇതൊക്കെയാണ് എന്താണ് LOC മോഡലിലുള്ള മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പറയുമ്പോൾ 5 കണ്ടീഷൻസ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. എഫക്റ്റീവായിട്ട് അതായത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള 5 കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ഇന്നൊവേഷൻ. അതായത് ഇന്നൊവേഷന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. ടീച്ചർ മസ്റ്റ് ഹാവ് ക്ലാരിറ്റി വാട്ട് ഈസ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് വൈ. അതായത് ടീച്ചർക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലാരിറ്റി കൊടുക്കണം, എന്താണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണിത് വരുന്നത് എന്നുള്ളത് ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ടീച്ചർമാർക്ക്. പിന്നെ നെക്സ്റ്റ് അക്വയർ സ്കിൽസ്, അതിന് വേണ്ട സ്കിൽസ് എന്ത് ചെയ്യുക, അക്വയർ ചെയ്തെടുക്കുക. തേർഡ് വൺ, പ്രൊവൈഡ് മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് ഫെയിലാവുന്നത് എപ്പോഴാണ്, ടെക്സ്റ്റ് ബുക്സ്, ടൂൾസ്, ഡിജിറ്റൽ സപ്പോർട്ട് ഇതൊന്നും ഇല്ലാതാവുമ്പോഴാണ് ഏതൊരു ഇംപ്ലിമെൻറ്റേഷനും ഫെയിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് വൺ, റെക്കഗ്നൈസ് സ്ട്രക്ചർ. അതായത് എന്താണ് ഇതിൻ്റെ ഷെഡ്യൂള്, പിന്നെ എന്താണ് ഇതെങ്ങനെയാണ്, പ്രൊസീജിയർ മസ്റ്റ് ബി അഡ്ജസ്റ്റഡ്. അതായത് ഇതിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേണം എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സംഭവം വരികയാണ്, അപ്പോൾ ഇവിടുത്തെ
ഇപ്പോൾ നമ്മൾ 8 പീരീഡുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 7 പീരീഡൊക്കെ ആക്കേണ്ടി വരും. ഒരു സംഭവം വരുമ്പോൾ അതിനനുസരിച്ച് പീരീഡിലും ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്തിട്ട് ടീച്ചർമാർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. ആൻഡ് ദ 5th വൺ ഈസ് മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അതായത് എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന് ഇമോഷണലായിട്ടും മെൻ്റലായിട്ടൊക്കെ ഒരു സപ്പോർട്ടും ഒരു ഇതൊക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ എന്താവും, ഇതൊക്കെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ 5 സ്റ്റെപ്പുകൾ വരുന്നത്. ഓക്കെ, ഇനി പറയുമ്പോൾ 3 സ്റ്റേജസ് ഓഫ് ചേഞ്ച്. LOCത്തെ 3 ചേഞ്ചിൻ്റെ 3 സ്റ്റേജസാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഇനിഷ്യേഷൻ. ഇനിഷ്യേഷൻ എന്താണ്, ഇൻട്രൊഡ്യൂസ് ന്യൂ ഇന്നോവേഷൻ. പുതിയ ഒരു സംഭവം എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവിടെ അല്ലേ. സെക്കൻഡ് വൺ അറ്റംപ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ടീച്ചർ എന്ത് ചെയ്യാണ്, പുതിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ട്രൈ ചെയ്യും. എന്ത് ചെയ്യും, ആദ്യം തന്നെ ഒരു സംഭവം ഇതായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു ഹോളായിട്ടുള്ളൊരു ഇതിൽ വന്നിട്ട്, ഒരു ഹാളിൽ വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയില്ല. ആദ്യം എന്ത് ചെയ്യും, ചെറിയൊരു സെറ്റിങ്സിൽ നമ്മൾ എന്ത് ചെയ്യും, റിയൽ ക്ലാസ് റൂമിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ നല്ലതാണോ കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ അല്ലേ. എന്നിട്ടല്ലേ ഉള്ളൂ വലിയൊരു സ്ഥലത്തേക്ക് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് 3ാമത്തെ സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷനിൽ എന്താ പറയുന്നത്, ഈ സക്സസ്ഫുൾ ചേഞ്ച് ബിക്കം ഇത് റൂട്ടീൻ. അതായത് നല്ലൊരു സക്സസ് കിട്ടുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ചെറിയൊരു ക്ലാസ് റൂമിൽ ടെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് റൊട്ടീൻ, അതായത് പിന്നെ അത് സ്ഥിരമാക്കും. അതായത് ഒരു പുതിയൊരു സംഭവം ആദ്യം ഇന്നോവേഷൻ ചെയ്യുകയാണ്, പിന്നെ അതെന്ത് ചെയ്യും, ചെറിയൊരു ക്ലാസ് റൂമിൽ ട്രൈ ചെയ്ത് നോക്കി പിന്നെ നല്ല റിസൾട്ട്സൊക്കെ കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ഫീഡ്ബാക്ക് ലൂപ്പ്. വാട്ട് ഈസ് ഫീഡ്ബാക്ക് ലൂപ്പ്? എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്? ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ദിസ് മോഡൽ ഇൻക്ലൂഡ് മോണിറ്ററിങ് സിസ്റ്റം ടു ചെക്ക് ദ ചലഞ്ചസ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ്. അതായത് ഈ ഒരു മോഡലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, പിന്നെ അഡാപ്റ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല എന്നൊന്നുമില്ല, പിന്നെയും വരും. അതാണ് ലൂപ്പ്, പിന്നെയും വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ചിട്ട് മോണിറ്ററിങ് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ടേബിളാണ്, ORC LOC ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ് കേട്ടോ. ഫുൾ ഫോമാണ്. ഫസ്റ്റ് ORC പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർകമ്മിങ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്, LOC ലീഡർഷിപ്പ് ഒബ്സ്റ്റക്കിൾ കോഴ്സ്. ORCയിൽ എന്താ ഫോക്കസ് ചെയ്യണത്, ടീച്ചേഴ്സ് ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ കൺസേൺസ്. LOC മാനേജ്മെൻറ്റ് ലെവലാണ്, റിമൂവ് ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, ദെൻ സ്റ്റേജസ്. ORCയിൽ 4 സ്റ്റേജസ് ഉണ്ട്, LOCയിൽ 3 സ്റ്റേജസ് ആണുള്ളത്. പിന്നെ സ്ട്രാറ്റജി എന്താണ്, ORCയിൽ മോട്ടിവേഷൻ കൊളാബറേഷൻ, LOCയിൽ ട്രെയിനിങ് റീസ്ട്രക്ചറിങ് റിസോഴ്സസ്. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് എന്താണ്, ORC ഇൻഫോർമൽ ഫീഡ്ബാക്കാണ് ത്രൂ സ്റ്റാഫ്സ്. ഓക്കെ, LOCയിൽ ഫോർമൽ ഫീഡ്ബാക്കാണ്. അപ്പോൾ നമ്മളുടെ 4th യൂണിറ്റ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. വളരെ ചെറിയൊരു യൂണിറ്റാണിത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.